കൊച്ചി നഗരസഭയുടെ മറൈൻ ഡ്രൈവിന് സമീപത്ത് നിർമ്മാണം പൂർത്തിയാകുന്ന പുതിയ കെട്ടിടത്തിന്റെ ബേസ്മെന്റിന്റെ ദൃശ്യങ്ങളാണിത്. കായൽ നിരപ്പിലാണ് കെട്ടിടം. ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗം സെല്ലാർ പാർക്കിങ്ങിനായി ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ വെള്ളം കെട്ടിയതോടെ ബേസ്മെന്റിന്റെ തൂണുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കായലിനോട് ചേർന്നുള്ള കെട്ടിടത്തിന്റെ താഴത്തെ ഭിത്തികളിലൂടെ ഉറവ പൊട്ടിയതുപോലെ വെള്ളമൊലിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇതോടെ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. 20 വർഷം മുമ്പ് അടിത്തറ നിർമ്മിച്ച പില്ലറുകൾ ഉയർത്തിയ കെട്ടിടമാണിത്. 5 വർഷം മുമ്പ് ഇതിന്റെ ഘടനയിൽ വിശദ പഠനങ്ങൾ നടത്താതെയാണ് കെട്ടിടം ഉയർത്തിയതെന്നും വലിയ അഴിമതി ഇതിനു പിന്നിലുണ്ടെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. അഴിമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആവശ്യപ്പെട്ടു. വർഷങ്ങൾ നീണ്ടു നിൽക്കേണ്ട ഒരു ബിൽഡിംഗാണ്. അപ്പോൾ കോർപ്പറേഷൻ്റെ പുതിയ കെട്ടിടം എന്നുള്ള രീതിയിൽ അതിന് ആയുസില്ലാത്തൊരു കെട്ടിടം എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. കാരണം ബേസ്മെൻറ്റ് ഫ്ലോറിൽ തന്നെ വെള്ളം കയറുന്നു. ആ ബേസ്മെൻറ്റിലേക്ക് ലിഫ്റ്റ് പോകില്ല എന്ന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ തന്നെ അത് പറയുന്നു. എൻജിനീയറിംഗ് വിഭാഗം തന്നെ പറയുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ഒന്നും അതിനകത്ത് ഉണ്ടാകുന്നില്ല. അപ്പം ഖ്യാതിക്ക് വേണ്ടി ഒരു കോർപ്പറേഷൻ കെട്ടിടം ഉണ്ടാക്കി ഞങ്ങളുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചു. അപ്പോൾ ആ ഖ്യാതിയും അതിനോടൊപ്പം ഈ ഉപയോഗിക്കുന്ന പണത്തിൽ നിന്ന് കിട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി. ഇപ്പം തന്നെ അപാകതയാണെങ്കിൽ ആ ബിൽഡിങ്ങിന് ഇനി നിസ്സാര സമയം കൊണ്ട് ആ ബിൽഡിങ് മാറേണ്ട അവസ്ഥയിലേക്ക് തന്നെ കോർപ്പറേഷൻ്റെ എൻജിനീയറിംഗ് വിഭാഗം തന്നെ അത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് ഈ കോർപ്പറേഷൻ്റെ ഈ കെട്ടിടത്തിൻ്റെ പണി മുന്നോട്ട് പോകുന്നത്. തുടർ നിർമ്മാണത്തിന് 40 കോടി രൂപയാണ് ഇപ്പോഴത്തെ ഭരണസമിതി കണക്കാക്കിയത്. ഇതുവരെ 30 കോടിയിലേറെ ചെലവഴിച്ചിട്ടുമുണ്ട്. വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഭരണസമിതിയുടെ കാലാവധി തീരുന്നതിന് മുൻപ് ഉദ്ഘാടനം നടത്താനാണ് ഉദ്ദേശ്യം. ഇതിനിടെയാണ് കെട്ടിടത്തിന്റെ സുരക്ഷയും നിർമ്മാണത്തിന്റെ ശാസ്ത്രീയതയും സംബന്ധിച്ച സംശയവും വിവാദവും. സീ മലയാളം ന്യൂസ്, കൊച്ചി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.